ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല പഴുത്ത പഴം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന, അവർക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു മധുരമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ നല്ല സോഫ്റ്റാണ്. പിന്നെ കോഴിക്കോടൻ ഹൽവയുടെയൊക്കെ ആ ഒരു ടെക്സ്ചർ തന്നെയാണ്. ഇപ്പോൾ കോഴിക്കോടൻ ഹൽവ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴം മാത്രം വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം. അപ്പോൾ ഇങ്ങനെ കറുപ്പടിച്ചു പോയ പഴമൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ കൊണ്ടുവന്നിട്ട് ഒത്തിരി ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കറുപ്പടിച്ചു പോയതൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല മധുരമുള്ള പഴം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത്. നല്ലതുപോലെ അരച്ചെടുക്കണം. കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് തയ്യാറാക്കിയെടുത്താൽ മതി. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാനിയാണ്. ഈ ശർക്കരയുടെ കണക്ക് എന്ന് പറയുന്നത് 2 നേന്ത്രപ്പഴത്തിന് 1 ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള. ഒരു അത്യാവശ്യം മീഡിയം സൈസായിട്ടുള്ള ഒരു ശർക്കര. 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ശർക്കര പാനി തയ്യാറാക്കിയെടുക്കണം. ശർക്കര പാനി നല്ലതുപോലെ തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് കൂടി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക. അതായത് ചെറുതായിട്ട് അതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ശർക്കര പാനിയുടെ വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത്. അതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് അതിനകത്തോട്ടേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ തന്നെ വേണമെന്നില്ല, അതിൽ കുറവ് നെയ്യ് എടുത്താൽ മതി. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെയും സമയം ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഈ പഴം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ഈ നെയ്യിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഈ പഴത്തിലിങ്ങനെ ഒരു വെള്ളം പോലെയുള്ളതും അതുപോലെ ആ പഴത്തിൻ്റെ അരച്ച ആ ഒരു രുചിയൊക്കെ മാറിയിട്ട് നല്ല നെയ്യുടെ ഒരു ഫ്ലേവറിലോട്ടേക്ക് അതങ്ങ് മാറിക്കോളും. അപ്പോൾ 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ ഇളക്കി കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിട്ട് വരാൻ തുടങ്ങും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നമ്മൾ എപ്പോഴും തയ്യാറാക്കിയെടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവൂ. അങ്ങനെ അല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിങ്ങനെ നമ്മൾ കോരി കഴിക്കുന്നൊരു പാകത്തിനായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. നമുക്ക് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാൻ കിട്ടുന്ന, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു പാകം വേണമെന്നാണെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് തയ്യാറാക്കിയെടുത്താൽ മതി. ഇതുപോലെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകമാകുമ്പോൾ മാത്രം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ശർക്കര പാനി ഞാൻ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതാണ്, ഒരു 3-4 ഏലക്കയുടെ കുരുവെടുത്ത് പൊടിച്ചതും, അതുപോലെ തന്നെ ഒരിത്തിരി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ആദ്യം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ പഴം അരച്ച് വെച്ചതും അതുപോലെ തന്നെ ഈ ശർക്കര ഒന്ന് ചേർന്ന് വരണം. ഇതിപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചതുപോലെയല്ലേ ഉള്ളത്, അതൊന്ന് മാറിയിട്ട് എല്ലാം നന്നായിട്ട് ചേർന്ന് വരുന്ന പാകത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്താൽ മതി. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിപ്പം കണ്ടില്ലേ, രണ്ടും ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ആ ചെറിയ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഇതുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ ഈ സമയത്തൊന്നും ഇതിലോട്ട് നെയ്യൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം. ഏകദേശം ആദ്യം നമ്മൾ പഴം ഒരു 2 മിനിറ്റ് ചെയ്തല്ലോ, പിന്നെ ഇത് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് മതി. 6-7 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് വരാൻ തുടങ്ങും. നമ്മൾ പാനിൽ നിന്ന് ഇങ്ങനെ കണ്ടില്ലേ വിട്ട് വരുന്ന ഒരു പാകത്തിലോട്ടേക്ക് ഇതിപ്പോൾ ഒരു 7 മിനിറ്റിനടുത്തായിട്ടുണ്ട്. അപ്പോഴത്തേക്കുള്ളൊരു പാകം കണ്ടോ, പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി നെയ്യുടെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ഹൽവയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി നെയ്യോ അല്ലെങ്കിൽ എണ്ണയൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ കോഴിക്കോട് ഹൽവയുടെ റെസിപ്പിയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. കൂടിപ്പോയാൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തും കുറവ് വരുത്തി 1 ടേബിൾ സ്പൂണൊക്കെ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്തും, പിന്നെ 1 ടേബിൾ സ്പൂൺ, ഇപ്പം ഞാനൊരു 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഈ നെയ്യുടെ ഫ്ലേവർ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് താല്പര്യമില്ല എന്നാണെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം. നമ്മൾ ഹൽവ മറ്റുള്ള റെസിപ്പീസിലൊക്കെ കാണിച്ചതുപോലെ നാടൻ വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ ഈ തവി വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കിട്ടണം. ഇതിപ്പോൾ ഒരു കറക്റ്റ് ഒരു 10-11 മിനിറ്റിനടുത്തായിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇത് ശരിക്കും പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് നമ്മുടെ ആ ഒരു ഹൽവേൻ്റെ ടെക്സ്ചറിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കാണാനാണെങ്കിലും ആ കഴിക്കാനൊക്കെ ഒരു ഇഷ്ടമായിരിക്കില്ലേ നട്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് പിസ്ത, ബദാം പരിപ്പ്, കശുവണ്ടിപ്പരിപ്പ് ഇത് 3ഉം പൊടിച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എള്ളൊക്കെ വേണമെങ്കിൽ നെയ്യിൽ വറുത്തിട്ടൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിപ്പോൾ ഈ ഒരു പാകം കണ്ടോ, ഇങ്ങനെ ഞാനിപ്പോൾ തവി വെച്ച് കാണിക്കുമ്പോൾ ശരിക്കും മനസ്സിലാകുന്നുണ്ടാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഹൽവ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു കുഞ്ഞു ചോറ്റുപാത്രം എടുത്തിട്ടുള്ളത്. അതിൽ നെയ്യൊക്കെ തടവി അതിനുശേഷം കുറച്ച് കശുവണ്ടിപ്പരിപ്പും കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത നട്ട്സൊക്കെ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പിസ്തയാണ് കൂടുതൽ ഉപയോഗിച്ചത്. കാരണം എൻ്റെ അടുത്ത് കശുവണ്ടിപ്പരിപ്പ് അത്രയും ഉണ്ടായിരുന്നില്ല. പിസ്തയാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഹൽവയുടെ അത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ സാധാരണ മറ്റുള്ള ഹൽവയൊക്കെ ചെയ്യുന്ന അതേ ടെക്സ്ചറിൽ നമ്മൾ മൈദയോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ ഈ ഒരു പാകത്തിന് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് സെറ്റ് ആവാനും ഒത്തിരി സമയം വേണ്ട. ഒരു 20 മിനിറ്റിന് ഉള്ളിൽ തന്നെ ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് നമ്മളിപ്പോൾ ചേർത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ശരിക്കും പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് വരുന്ന പാകത്തിലോട്ടേക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ മുഴുവൻ ലെവൽ ചെയ്തിട്ട് ഞാൻ ഈ സ്പൂണിൻ്റെ പിറകു വശത്ത് കുറച്ച് നെയ്യ് തടവിയിട്ട് അതുകൊണ്ടാണ് ഇതൊന്ന് ലെവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണ്ടില്ലേ, നല്ല രീതിയിൽ ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു 15-20 മിനിറ്റ് വെച്ചതിന് ശേഷമുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ല രീതിയിൽ മുറിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിലോട്ടേക്ക് മാറും. ഇതിപ്പോൾ 20 മിനിറ്റിന് ശേഷമുള്ളതാണ്. ഇതിൻ്റെ കളർ കണ്ടോ, ഒന്ന് ചൂടാറുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ലൊരു ഡാർക്ക് കളറിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു ഭാഗം. ജസ്റ്റ് സ്പൂണ് കൊണ്ട് സൈഡിൽ നിന്നൊന്ന് വിട്ട് കൊടുത്തിട്ട് നമുക്ക് പാത്രത്തിനകത്തോട്ടേക്ക് കമിഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല എളുപ്പത്തിൽ ഇത് പാത്രത്തിൽ നിന്ന് വേർപെട്ട് കണ്ടില്ലേ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് മുറിച്ചിട്ട് കൂടി കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ പഴം വരട്ടി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാറില്ലേ, അപ്പോൾ അതിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലോട്ടേക്ക് നമുക്ക് മാറ്റുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ ശർക്കര പാനിയുടെ അളവിലുള്ള കാര്യവും അതുപോലെ തന്നെ ആദ്യം നമ്മൾ പഴം ഞാൻ പറഞ്ഞല്ലോ വെള്ളം വറ്റിച്ചെടുക്കുന്ന ഒരു പാകം അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് സാധാരണ നമ്മുടെ മറ്റുള്ള ഹൽവ പോലെ തന്നെ മുറിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഞാനൊന്ന് കണ്ടില്ലേ, നമ്മളിങ്ങനെ പൊട്ടിച്ച് കാണിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ടാവും നമ്മൾ സാധാരണ ഹൽവയുടെ അതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.